ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വളരെ സങ്കീർണമായ മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ഭക്ഷണ രീതികൾ. മലയാളിയുടെ ഭക്ഷണ രീതി പൊതുവെ മാറിക്കഴിഞ്ഞു. ഒരു 20-30 വർഷം മുമ്പുള്ള ഭക്ഷണ രീതി അല്ല ഇന്നിപ്പോൾ ഉള്ളത്. ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ കാണുന്ന ഭക്ഷണശാലകൾ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ആരോഗ്യം നൽകുന്ന ഭക്ഷണം ഏതാണെന്ന് പലർക്കും ഇന്ന് തിരിച്ചറിവില്ല. ഇന്ന് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആരോഗ്യപരമായ ശീലങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം നൽകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് അവർ ദൈനംദിനം കടന്നു പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിവോടുകൂടി പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ നമ്മൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം ഗുണകരമായി മാറിയേക്കാം. അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ശാരീരിക ആരോഗ്യം തന്നെയാണ്. ഇന്ന് ശരാശരി ഒരു മലയാളിക്ക് ശാരീരികാരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ ശാരീരികാരോഗ്യം നിലനിർത്തുക തന്നെ വേണം. രണ്ടാമത് മാനസികാരോഗ്യമാണ്. മാനസികാരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം. എന്തുകൊണ്ടാണ് വീണ്ടെടുക്കാൻ പറയാൻ കാരണം, ഇന്ന് നമ്മൾ കാണുന്ന മഹാഭൂരിപക്ഷം ആൾക്കാർക്ക് മാനസികാരോഗ്യമില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക. അത് നമ്മൾ വീണ്ടെടുത്തേ പറ്റൂ. അടുത്തത് നമ്മുടെ ഭക്ഷണമാണ്. ഭക്ഷണം നമ്മൾ ശരിയായ വണ്ണം മനസ്സിലാക്കി നമ്മൾ കഴിക്കുക തന്നെ വേണം. ശരീരത്തിന് ഗുണകരമായ ഭക്ഷണങ്ങൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിവിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ രോഗികളായി മാറാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ഈ 3 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം, നമ്മളുടെ ഭക്ഷണം. ഇത് 3മാണ് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനം. ഈ 3 അടിസ്ഥാന വിഷയങ്ങളെപ്പറ്റി നമ്മൾ ആധികാരികമായി മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ ഇത് 3ലും ഗുരുതരമായ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഗുണകരമല്ലാത്ത പല കാര്യങ്ങളും കടന്ന് കൂടിയെന്നുള്ള ഒരു വസ്തുത ഇന്ന് നിലനിൽപ്പുണ്ട്. ഇവിടെ നമ്മൾ വലിയൊരു മാറ്റം നമ്മൾ സ്വയം നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ ആരോഗ്യം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ശാരീരികാരോഗ്യം നമ്മൾ ഇത് മികവുറ്റതാണ്? എങ്ങനെയാണ് നമുക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നത്? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്? ഈ ഒരു 3 കാര്യങ്ങളിലെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിവുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളത് ബോധപൂർവം പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മളുടെ ജീവിതം നമുക്ക് വളരെ മികച്ചതാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ശാരീരികാരോഗ്യത്തിലേക്ക് കടക്കാം. ഒരു മനുഷ്യൻ്റെ ശരീരം ഡിമാൻഡ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു 20-25 വയസ്സ് വരെയൊക്കെ നമ്മുടെ ശരീരം അത്യാവശ്യം നമുക്ക് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യും. 30 അല്ലെങ്കിൽ ഒരു 40 കഴിഞ്ഞാൽ ശാരീരികാരോഗ്യം നമ്മൾ നിലനിർത്തുക തന്നെ വേണം. നിങ്ങൾ എത്ര പേർ ശരീരത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നുണ്ട്? ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ശരീരത്തിന് വേണ്ടി മാത്രം, കാലുകൾക്ക് വേണ്ടി, കൈകൾക്ക് വേണ്ടി, നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡിക്ക് വേണ്ടി എത്ര പേർ മാറ്റി വെക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മഹാരാഷ്ട്രയിലെ പൂനെ എന്ന സ്ഥലത്താണ്. ദീപാവലിയുടെ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹം എടുത്തിരുന്നില്ല. അദ്ദേഹം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് എൻ്റെ ഫോൺ റെസ്പോണ്ട് ചെയ്ത്. അപ്പോൾ അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ദീപാവലി വിശേഷങ്ങൾ എന്നോട് പറയുകയുണ്ടായി. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അദ്ദേഹത്തെ വിട്ടുപോയി. 47 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കോളേജിൽ ലെക്ചറായിരുന്നു. ദീപാവലി ആഘോഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന വഴി വീടിന് തൊട്ടടുത്ത് എത്തിയപ്പോൾ ഹാർട്ടിൽ ചെറിയൊരു പെയിൻ വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോവുകയും ചെയ്തു. 47 വയസ്സിൽ ഹൃദയം സ്തംഭിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം, നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിൽ വന്ന വ്യതിയാനമാണത്. ഒരു 15-20 മിനിറ്റ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടും. കാരണം നമ്മളുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ആരോഗ്യം നൽകാൻ നടത്തം വലിയൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യാം. ശാരീരികാരോഗ്യം നേടാൻ വേണ്ടി നമ്മൾ ബോധപൂർവം ഒരു 10-20 മിനിറ്റ് നമുക്ക് ശരീരത്തിൽ കൊടുത്തേ പറ്റൂ. ഇനി മാനസികാരോഗ്യത്തിലേക്ക് വന്നാലോ, അതും നമ്മൾ തിരിച്ചെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന 10-ലധികം നമ്മൾ 10 പേരെ കണ്ടുമുട്ടിയാൽ 7-ലധികം ആൾക്കാർക്ക് മാനസികാരോഗ്യമില്ലെന്നുള്ള വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ സന്തോഷവാനാണോ? സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനസികാരോഗ്യമുണ്ടെന്നാണ് അർത്ഥം. നിങ്ങൾ ദേഷ്യപ്പെടുന്ന ആളാണോ? ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മാനസികാരോഗ്യം ഇല്ലെന്നാണ് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾക്ക് മൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആളാണോ? നിങ്ങളുടെ മാനസികാരോഗ്യം നിങ്ങൾക്ക് മോശമാണെന്ന് അർത്ഥം. ഇങ്ങനെ ഗുണകരമായി
നമ്മുടെ ലൈഫിൽ നല്ല നേട്ടങ്ങൾ വേണമെങ്കിൽ നമുക്ക് മാനസികാരോഗ്യം കൂടിയേ പറ്റൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കേണ്ടത്? നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിലേക്ക് പോകാം. അതുവരെ നിങ്ങൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. പറ്റുമെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. കാരണം അടുത്ത വീഡിയോ അതിലും പ്രാധാന്യമുള്ളതാണ്. താങ്ക് യു സോ മച്ച്.